ആ കല്യാണാലോചന നമുക്ക് വേണ്ട ശ്യാം. അതെന്താ മാഷെ പെട്ടെന്ന് ഇങ്ങനെ? പയ്യൻ നല്ല ക്വാളിഫൈഡ് ആണ്, മര്യാദക്കാരനാണ്. എന്നാലും ഇത്രയും വലിയ തുക സ്ത്രീധനം. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓബ്ലിഗേഷൻ, കടപ്പാട്. എന്റെ മാഷെ, മാഷ് എന്നെ ഇങ്ങനെ ഒരു അന്യനായിട്ട് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അയ്യോ, അങ്ങനെ ഒരിക്കലും ഞാൻ. എന്നാ പിന്നെ ഒന്നും പറയണ്ട. ആ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് വിട്ടേന്നേക്കണം. എല്ലാം ഭംഗിയായി ഞാൻ നടത്തിക്കൊള്ളാം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ശ്യാമിന്. മാഷെ, ഇതെന്റെ പെങ്ങളുടെ വിവാഹ കാര്യമാണ്. ഈ വിവാഹത്തിൽ എനിക്ക് ഒരു അല്പം വോയിസ് ഒക്കെ ഉണ്ട്. അടുത്ത ആഴ്ച അവര് പെണ്ണ് കാണാൻ വരും. എന്താ? എല്ലാം എന്റെ ഇഷ്ടം പോലെ അല്ലേ? മാമോളെ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ചിരിച്ചു, അപ്പൊ ഇഷ്ടപ്പെട്ടു. ചിരിച്ചാ ഇഷ്ടപ്പെട്ടു എന്നാണോ? അങ്ങനെയൊക്കെ. അവിടുന്ന് അങ്ങനെയാണെങ്കിലേ അടുത്ത മാസം 2-ാം തീയതി ഒരു മുഹൂർത്തമുണ്ട്. എന്താ? ആയിക്കോട്ടെ. ശ്യാം എന്താ ഒന്നും പറയാത്തത്? നിങ്ങളൊക്കെ പറയുന്ന പോലെ. ഏതാ ഞങ്ങൾ ഇറങ്ങട്ടെ? അതെ, നല്ല ഫിറ്റാണ്. കാരണം ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. One of the happiest days in my life. എന്റെ അനിയത്തിയുടെ കല്യാണം നിശ്ചയിച്ചു. എത്ര നേരെ ഒറ്റയ്ക്ക് അങ്ങനെ പ്രസംഗിക്കുന്നു? 10 minutes ആവൂല്ലേ? 10 minutes ആയി. എനിക്ക് കുടിച്ച ഇതൊക്കെ സാർ അറിഞ്ഞാൽ മോശമാണ് കേട്ടോ. എന്തോന്ന്? ഇങ്ങനെ സാറിന്റെ കക്ഷികളുടെ നിന്ന് വിസ്കിയും സിഗരറ്റും ഒക്കെ ഓസുന്നതേ മോശമാണ്. എടാ, ഞാൻ ഓസുന്നെങ്കിലേ പകുതി നീ നിന്റെ പോകാ. ഒരു സ്മോൾ കഴിഞ്ഞിട്ട് പോവാ. ഒരു ലാർജ് തന്നെ ആവട്ടെ. മതി സാർ, ഇപ്പൊ തന്നെ ഓറാണ്. ആരെ? നീ ഭയങ്കര സോപ്പായിട്ട് വരികയാണ്. സോപ്പിന്റെ തന്തയാണ് നീ സാറിന്റെ കാര്യം ഇത്ര ശ്രദ്ധിക്കണം. തമ്മ തല്ലി ചാവട്ടെ. കള്ളു കുടിക്കുന്നത് ആനന്ദിക്കാനാണ്. കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കി നാട്ടുകാർക്ക് പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കിയ IP സെക്ഷൻ എത്രയാടാ? അല്ല, എനിക്കറിഞ്ഞില്ല. വേറൊരു കാര്യം അറിയോ? വേറൊരു കാര്യം, ഞാനൊരു സ്ഥലത്ത് പോകുന്നു. സീക്രട്ടായ സ്ഥലം. എവിടെയാണ് സാർ? രാധികയെ കാണാൻ പോകുന്നു. നല്ല കണ്ടീഷനിലാ പോകുന്നത്. എന്താ ഈ കണ്ടീഷൻ കുഴപ്പം? ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് പോകും. ഞാൻ പോവും. അതെ, ഈ ടിവിയിലൊക്കെ പാട്ട് പാടുന്ന ഒരു ഡോക്ടർ KS മേനോനില്ലേ? പുള്ളിയുടെ വീട് എവിടെ? ടിവിയിൽ പാടുന്ന ഡോക്ടർ KS മേനോന്റെ വീടോ? ഐ എം സോറി, TV പാട്ട് പാടുന്ന പുള്ളിയല്ല, പുള്ളിയുടെ ഡോക്ടർ രാധിക. ടിവിയിലൊക്കെ പാട്ട് പാടുന്ന KS മേനോൻ. ടിവിയിൽ പാട്ട് പാടുന്ന KS മേനോനല്ലേ? ഡോക്ടർ നമ്മുടെ മേനോൻ. നടക്കാം. അവിടെ വേണോ? ആ സൈഡിലോ? ഇങ്ങോട്ടോ? വേണ്ട. എന്റെ ഈ മാല ഡോക്ടർ KS മേനോനല്ലേ? വീഡിയോ വെച്ചാണോ മാല വരും? അത് ശരി, മാല വിടുന്നല്ലേ പിച്ചാതെ കാണിക്കൂ. കുത്തോ? ഞാൻ വിടുന്നില്ല. 5-8 പവന്റെ മാലയാ. ഡോക്ടർ KS മേനോൻ. അതങ്ങനെ ഊരാൻ പറ്റത്തില്ല. സോപ്പ് ഇട്ടാണോ ഊരാൻ? സോപ്പൊന്നും ഇടണ്ടേ. ഡോക്ടർ KS ഞാൻ ഊരി തരാം. ഡോക്ടർ KS മേനോന്റെ വീട്. വാച്ചില്ല. ഊരിയും തരണോ? ഇതങ്ങോട്ട് ഊരാൻ പറ്റുന്നില്ല. കണ്ടത് ഡോക്ടർ KS മേനോൻ ഊരത്തില്ലടോ. ഊരാനില്ല. മേത്ത് വിട്ടുള്ള കളി മതി. അടിച്ച് പിറ്റായി വന്നിട്ട് നിനക്ക് വല്ല പെണ്ണുങ്ങളുടെ വീട് കാണാൻ ഞാൻ ഈ നാട്ടുകാരനല്ല കേട്ടോ. നിക്കേ ഒരു കാര്യം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഡോക്ടർ KS മേനോന്റെ വീട് അറിയാം. അതെന്താ ഒരു വീഡിയോ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അത് മോശമാണ്.
ഹലോ, രാഘവേട്ടനല്ലേ? അതെ, എന്താ? കുളമായി രാഘവേട്ട. അയ്യോ, എന്തു പറ്റി? രാധികയുടെ വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്റെ വാച്ചും മാലയും മോതിരവും ഒക്കെ കുറെ ആൾക്കാർ അടിച്ചുകൊണ്ടുപോയി. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് വാച്ചും മാലയും ഒന്നും ഇല്ലായിരിക്കും. ഓ, തമാശ പറഞ്ഞ് പിടിച്ചില്ലായിരിക്കും. അല്ല, അതിരിക്കട്ടെ, സാർ ഇപ്പൊ എവിടുന്നാ സംസാരിക്കുന്നത്? ഇവിടെ അടുത്തൊരു പബ്ലിക് ബൂത്തിൽ നിന്നാ. ഇനിയെങ്കിലും ഇങ്ങോട്ട് വന്നൂടെ മോനെ. ഈ പറ്റിയ ചമ്മലൊന്നും മാറ്റാൻ ഒരു ലാർജ് അടിച്ചിട്ട് ഞാൻ വരാം. ഇന്ന് ഒരുപാട് കഴിച്ചില്ല മോനെ, അത് പോരെ. ഒരു കുഴപ്പമില്ല, ഞാൻ ഉടൻ വരാം. ആ, പെയ്യട്ടെ. ഹലോ, ഇതൊരു വീട്ടില്ലേ? അതെ, ഒരു ലാർജ്. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എനിക്ക് നിങ്ങളെയും പരിചയമില്ല. പക്ഷെ നിങ്ങളെ പോലിരിക്കുന്ന വേറെ 4 പേരെ എനിക്കറിയാം. അവന്മാർ എന്നെ കുറെ ഇടിയിടിച്ചിട്ട് എന്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പിടിച്ചോണ്ട് പോയി. അപ്പൊ ഞാൻ പോയ ആവശ്യം വേറെ ആയിരുന്നു. ഇനി അഥവാ അവന്മാരെ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആദ്യം ഇരിക്കുന്നത് ഞാനിങ്ങനെ പിടിക്കും. അപ്പൊ പുറകെ ഇരിക്കുന്ന ചാടി എനിക്ക് എന്നിട്ട് ഇവരെ ഞാനിങ്ങനെ പൊക്കി എടുത്തിട്ട് മാല ഊരിയിട്ട് ഈ മാല ഞാൻ കഴുത്തിലിടും. അപ്പൊ പുറകെ ഇരിക്കുന്ന 2 എണീക്കും. അവന്മാരെ ഞാൻ ഒറ്റ വെച്ച് കൊടുക്കുമ്പോ പുറകെ എടുത്ത ചാടി വരുമ്പോ കുഞ്ഞിട്ട് അവനെ പിടിക്കും. എന്നിട്ട് ഞാൻ അവന്റെ വാച്ച് ഊരിയിട്ട് ഒറ്റ ഏറി. എന്നിട്ട് ഞാൻ ഈ വാച്ച് കൈ കെട്ടും. അപ്പൊ ചാടി പിടിച്ച് എടുത്തിട്ട് ഈ മോതിരം ഊരി എടുത്തിട്ട് അപ്പൊ ഒരുത്തം പുറകിന് ചാടി വരുമ്പോ പിടിച്ച് തിരിച്ചങ്ങ് വെക്കും. അപ്പൊ ഇതുമായിട്ട് സംബന്ധമില്ലാത്ത ഒരാൾ വരുമ്പോ ഞാൻ അടി കൊടുക്കും. എന്നിട്ട് ഞാൻ അവനെ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് എന്നിട്ട് ആ മോതിരം ഞാൻ കയ്യിലിടും. എന്നിട്ട് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ആ വിസ്കി എടുത്ത് കുടിക്കും. അപ്പൊ ഒരാളങ്ങനെ ഒരു സ്മോൾ വിസ്കി. Excuse me, sir. Yes. I am Vijay Menon, Private Secretary GK. Very nice to meet you. മിസ്റ്റർ പ്രകാശ് ഇല്ലേ? സാർ ഇപ്പൊ വരും. എന്താ കാര്യം? വരുമ്പോ GK-യുമായി അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പറയണം. ശരി. താങ്ക് യു. ആരാത്? GK-യുടെ പ്രൈവറ്റ് സെക്രട്ടറിയാ. ഏത് GK? ഏത് GK-യാ? എടാ മരത്തലയാ. കേരളത്തിലെ ഏറ്റവും വലിയ അധോലോക രാജാക്കന്മാരിൽ ഒരാളാ. എന്റെ ദൈവമേ, പ്രകാശ് സാർ GK-യുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയ നമ്മൾ രക്ഷപ്പെട്ടു. അധോലോകം, സ്വർണ്ണ ബിസ്ക്കറ്റ്, സ്ക്വാച്ച്. ചിലപ്പോ അകത്തായി പോകാനും മതി. എടാ നിന്റെ നാവിൽ നല്ലത് വരൂല. കുറുപ്പേട്ടാ, KK പ്ലാന്റേഷൻസിന്റെ കേസ് എന്നത്തേക്കാ പോസ്റ്റ് ചെയ്യിക്കുന്നത്? 7-ാം അപ്പൊ തീയതി. നോട്ടീസ് എന്നത്തേക്ക് അയക്കേണ്ടത്? ഇന്ന് തന്നെ അയച്ചേക്കാം.
യെസ്, ഐ എം ശ്യാം പ്രകാശ്. പ്ലീസ് കം ഇൻ. താങ്ക് യു. ഹലോ സർ. വെൽക്കം മിസ്റ്റർ പ്രകാശ്. പ്രകാശ് ഇരിക്കൂ. താങ്ക് യു. ഒരു മുഖവുരയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രകാശ്, ഞാനും കൈമളും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം പ്രകാശിന് അറിയാവോ? ഇല്ല. അതെ, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ. തെറ്റുകളുടെ വഴിയിലൂടെ സഞ്ചരിച്ച് ധനികരായി തീർന്ന രണ്ട് റെയിൽവേ പോർട്ടർമാരുടെ കഥ. അതിന്റെ ക്ലൈമാക്സ് മാത്രം പറയാം. ഒരു നിർണായക ഘട്ടത്തിൽ കൈമൾ എന്നെ പിന്നിൽ നിന്നും കുത്തി. ഒരു സ്മോൾ ഒഴിക്കട്ടെ? നോ താങ്ക്സ്. ഒരു ആഫ്റ്റർ 6 ആയിരുന്നെങ്കിൽ നോക്കായിരുന്നു. സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള വ്യഗ്രതയായിരുന്നു കൈമളിന്. ആ ശ്രമത്തിൽ ഒരു പരിധിവരെ അയാൾ വിജയിക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങൾ തമ്മിലുള്ള മത്സരം ഒന്നുകൂടി രൂക്ഷമായിരിക്കുകയാണ്. ബോംബെയിലെ ഇബ്രാഹിം ഖാനുമായി കൂട്ടുകൂടി എന്നെ തകർക്കാനുള്ള ശ്രമത്തിലാണ് കൈമൾ. എന്റെ ആൾക്കാരുടെ സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് മുഴുവൻ പോലീസിന് ചോർത്തി കൊടുക്കുക, ഞങ്ങൾക്ക് വരുന്ന സാധനങ്ങൾ കബളിപ്പിച്ച് തട്ടിയെടുക്കുക, ഇതൊക്കെയാണ് അയാളുടെ പരിപാടി. കള്ളക്കടത്തുകാരനാണെങ്കിലും മനസാക്ഷിയുള്ളവനാ ഞാൻ. അതുകൊണ്ട് അയാളുടെ രീതിയിൽ തിരിച്ചടിക്കാൻ എനിക്കിഷ്ടമല്ല. എന്നിൽ നിന്ന് സാർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പറയാം. എന്റെ ആൾക്കാരെല്ലാം കള്ളക്കടത്ത് സംബന്ധമായ പോലീസ് കേസുകളിൽ പെട്ടിരിക്കുക. പ്രകാശിനെ പോലെ എഫിഷ്യന്റ് ആയ ഒരാളെ എനിക്ക് ലീഗൽ അഡ്വൈസറായി കിട്ടിയാൽ അതൊരു വലിയ സഹായമായേനെ. ഐ എം പ്രിപ്പയർഡ് ടു ഗിവ് യു എനി എമൗണ്ട്. എത്ര രൂപ വേണമെങ്കിലും തരാം. അതല്ല സാർ, മിസ്റ്റർ കൈമളിനെ കുറിച്ച് സാറ് പറഞ്ഞതെല്ലാം ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ഗോഡ് ഫാദറാണ് അദ്ദേഹം. അദ്ദേഹത്തെ എതിർക്കുന്ന ഒരാൾക്ക് നിയമോപദേശം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം സോറി. ശരി, എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഞാൻ വരട്ടെ സാർ. മിസ്റ്റർ പ്രകാശ്, എന്റെ ഈ ഓഫർ എപ്പോഴും നിലവിലുണ്ടാവും. നാളെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ തീരുമാനത്തിന് മാറ്റം സംഭവിക്കുകയാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. അങ്ങനെ അയാൾ പ്രകാശനെ തട്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ പോട്ടെ. ആരും ഈ ലോകത്തൊരു മസ്റ്റൊന്നുമല്ല. ആദ്യത്തിന്റെ എടുത്തേട്ടോ നിർത്ത്. മിനിസ്റ്റുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻസ് ഉൾപ്പെടെ എല്ലാ മൈന്യൂട്ട് രഹസ്യങ്ങളും അറിയാവുന്ന ആളാണ് പ്രകാശ്. അയാൾ ജിക്കയുടെ സൈഡിലേക്ക് പോയാൽ അതൊരു പ്രശ്നമാകും. ശരി, എങ്കിൽ അച്ഛനും അമ്മാനും കൂടി അവന്റെ കാല് പിടിക്കണം. ഈ വക കാര്യങ്ങൾക്കൊന്നും എന്നെ കിട്ടില്ല. മോഹൻ, ഹലോ സാർ. ആ പറഞ്ഞ സമയത്ത് തന്നെ എത്തിയല്ലോ. അത്യാവശ്യമായി എന്നെ അന്വേഷിച്ചു എന്നറിഞ്ഞു. എന്താ വല്ല പോലീസ് കേസിലും ചെന്ന് പെട്ടോ? ഹാ, അതെന്താ പ്രകാശ് അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ പ്രകാശിനെ കോണ്ടാക്ട് ചെയ്യൂ എന്നൊരു സൂചനയില്ലേ അതില്? ഏയ്, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ സാർ. ഇത്തവണ പ്രകാശനും പ്രയോജനമുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് വിളിച്ചത്. ആ നമ്മുടെ എല്ലാ പാർട്ണർഷിപ്പ് കൺസേണുകളും റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും മിസ്റ്റർ ശ്യാം പ്രകാശ് ഒരു പാർട്ട്ണർ ആയിരിക്കും. എന്ത് പറയുന്നു? ഐ എം സോറി സർ, ഐ ഹാവ് ടു ടേൺ ഡൗൺ യുവർ ഓഫർ. ബിസിനസ്സും പ്രൊഫഷനും കൂടി കൂട്ടിക്കുഴച്ചാൽ അത് ശരിയാവില്ല. ഏതായാലും സാറിന്റെ മഹാമനസ്കതയ്ക്ക് നന്ദി. എന്നാ പിന്നെ പ്രകാശിന്റെ ഇഷ്ടം. വേറൊന്നുമില്ലല്ലോ, വരട്ടെ. ആ